റിയാസ് എന്ന വ്യക്തി വന്ന് ആദിലയ്ക്ക് ഒരുപാട് ഉപദേശം കൊടുത്ത് ആദിലെ ശരിക്കും അങ്ങ് ഒന്നുമില്ലാണ്ടാക്കിയിട്ടാണ് പോണത്. എന്ന് വെച്ചാൽ ആദിലയ്ക്ക് അങ്ങ് തലക്കൻ അങ്ങ് കൂടി എന്തോ ഒരു സംഭവമാണെന്ന് അങ്ങ് വിചാരിച്ച് ആദിലും നൂറും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഒരു രംഗം അതിലൂടെ തലക്കാണ് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഈ റിയാസ് എന്ത് ഗെയിം കളിച്ചു എന്നാണ് പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. റോബിനെ അന്ന് അത്രയും ക്രൂരമായിട്ടുള്ള രീതിയിലാണ് അന്ന് അവർ ചെയ്തത്. എല്ലാവരും കൂടിയിട്ട് റോബിൻ ഈ ഗെയിമിൽ നിന്ന് ബാത്റൂമിൽ പോയി ഒളിച്ചിരുന്ന സമയത്ത് സ്പ്രേ ഒക്കെ അടിച്ച പിഫോ എന്തൊക്കെയോ സ്പ്രേകളൊക്കെ അടിച്ച് അന്ന് അത്രയും അതിൻ്റെ ഉള്ളിലിട്ടിട്ട് അത്രയും ബുദ്ധിമുട്ടിപ്പിച്ച്. നമുക്കറിയാം റോബിന് ഒരുപാട് പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ ഉള്ളതാണ്, ഹെൽത്ത് ഇഷ്യൂസൊക്കെ കുറച്ചധികം ഉള്ള കൂട്ടത്തിലായിരുന്നു റോബിൻ. അത്രയും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടും ബിഗ് ബോസ് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത്രയും അതാക്കി ഒരാൾ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു കണ്ണും എല്ലാം നീറ്റിലും എല്ലാം കൂടിയിട്ടാണ് അന്ന് റോബിനെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ആ സമയത്ത് വന്ന സമയത്ത് വീണ്ടും അവനെ അക്രമം ചെയ്തപ്പോൾ അവൻ പിടിച്ച് മാറ്റിയതാണത്. അതിനാണ് അവൻ അന്ന് പുറത്താക്കി. അതിലും കൂടുതൽ കാര്യങ്ങൾ പല സീസണിലും നടന്നിട്ടുമുണ്ട്. അതൊക്കെ ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമും കൂടിയിട്ടാണ്. ബിഗ് ബോസ് അതിനെ റോബിനെ ഇരയാക്കിയിട്ടാണത്. ഏതൊരാളും ബിഗ് ബോസിൽ പോകുമ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം. കാശിന് വേണ്ടിയിട്ട് പോവുകയാണെങ്കിലും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരു മനുഷ്യനെ അതിൽ ചെയ്യുന്ന ആളിനെ അവരത്രമേൽ ഹരാസ് ചെയ്ത് കൊല്ലാക്കൊല്ല ചെയ്ത് എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ നോക്കും. അതെല്ലാം അവർ ചെയ്യുന്നൊരു ഷോ ആണിത്. അതിനെല്ലാം നമ്മൾ ഓക്കെ ആയിട്ട് വേണം അവിടെ പോകാനായിട്ട്. അപ്പം അത്രയും അതിലോട്ടൊരു ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അത്രയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ റിയാസ് അന്ന് ചെയ്തിട്ട് അതിന് വലിയൊരു സംഭവമായിട്ട് റിയാസിനെ കൊണ്ടുപോയിക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ എന്താ പറയുക എനിക്കറിയില്ല. ചില ആൾക്കാർ അങ്ങനെയാണ്, ചില ആൾക്കാർ അങ്ങനെ അങ്ങോട്ട് കൊമ്പത്ത് കൊണ്ടുപോയിക്കും, ഒരു കാര്യമില്ല. പിന്നെ ഇപ്പോൾ വന്നു അഖിൽമാരാരുടെ ഷോയിൽ വന്ന അഖിൽമാരാർക്ക് അന്ന് നല്ല ബുദ്ധിയും ബോധമൊക്കെ ഉള്ള കാരണം കൊണ്ട് ചുരുട്ട് കൂട്ടി വിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഈ ഷോയിൽ വന്നു എന്ത് ഷോ കാണിച്ചു, ഒരു കാര്യമില്ല.